ലിവർപൂൾ എഫ്സിയുടെ വിജയ പരേഡിനിടെ ആരാധകർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി കുട്ടികളടക്കം 50ഓളം പേർക്ക് പരിക്ക്. 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില ഗുരുതരം. അപകടത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ എഫ്സിയുടെ 20ാം കിരീട നേട്ടത്തിന്റെ ഭാഗമായി നടന്ന വിജയ പരേഡിനിടെയാണ് അപകടം. പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് വാട്ടർ സ്ട്രീറ്റിന് സമീപമാണ് അപകടം നടന്നത്. തുറന്ന ബസ്സിലാണ് ലിവർപൂൾ താരങ്ങൾ തെരുവിലൂടെ ആരാധകരെ അഭിവാദ്യം ചെയ്യാനെത്തിയത്. താരങ്ങളെ കാത്ത റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾക്കിടയിലേക്ക് അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 50ഓളം പേർക്ക് പരിക്കേറ്റപ്പോൾ കുട്ടികളടക്കം 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കാറിനിടയിൽ കുടുങ്ങിയ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേരെ രക്ഷപ്പെടുത്തിയതായും നിസാര പരിക്കേറ്റ 20 പേർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സ നൽകിയതായും അധികൃതർ പറഞ്ഞു. അപകടവുമായി ബന്ധപ്പെട്ട ഒരാളെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. 53 വയസ്സുള്ള ബ്രിട്ടീഷ് പൗരനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. അപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളെയും പോലീസ് തള്ളി. സംഭവത്തെ തീവ്രവാദമായി കണക്കാക്കുന്നില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റാരെക്കുറിച്ചും അന്വേഷിക്കുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ലിവർപൂൾ ക്ലബ്ബും അപകടത്തെ അപലപിച്ചു. കനത്ത മഴയും അവഗണിച്ചാണ് ലിവർപൂളിന്റെ 20ാമത് പ്രീമിയർ ലീഗ് കിരീട നേട്ടം ആഘോഷിക്കാൻ ആരാധകർ തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. 10 മൈലോളം നീണ്ടുനിന്ന പരേഡിൽ വഴിയിലുടനീളം ആരാധകർ ചുവന്ന പുക പരത്തിയും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുന്നതിനിടെയാണ് ദാരുണ സംഭവമുണ്ടായത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.